അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾ, ഭൂജലത്തിന്റെ അധിക ചൂഷണം, അശാസ്ത്രീയമായ ഭൂജല ഉപയോഗം, കാലാവസ്ഥ വ്യതിയാനം എന്നിവ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാകും. അതിതീവ്രമായ മഴയും കട്ടിയുള്ള ചെങ്കൽ പാറകളും കേരളത്തിലെ പ്രത്യേക ഭൂപ്രകൃതിയും മഴവെള്ളം സ്വാഭാവികമായ ഭൂമിയിൽ ഊർന്നിറങ്ങുന്നതിന് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു. ഈ സാഹചര്യത്തിൽ കൃത്രിമ ഭൂജല സംരക്ഷണ മാർഗങ്ങൾ ശാസ്ത്രീയമായും ജനകീയമായി നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാർ 2 ലക്ഷം സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിന്റെ കൃത്യമായ പൊന്നോണാശംസകൾ. സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് സർക്കാർ കെട്ടിടങ്ങൾ, റോഡുകൾ, പാലങ്ങൾ എന്നിവയുടെ രൂപകൽപ്പന, ആസൂത്രണം, നിർമ്മാണം, പരിപാലനം ആയിരക്കണക്കിന് ബുദ്ധിമുട്ടുകൾക്ക് ശാസ്ത്രത്തിന്റെ ഊടും ഭാവം നൽകിയ സമർപ്പിത സേവനത്തിന്റെ നാൾവഴി ഫോറൻസിക് മേഖലയിൽ NABL അക്രഡിറ്റേഷൻ കരസ്ഥമാക്കിയ മികവുറ്റ 3 ലബോറട്ടറികൾ, ടോക്സിക്കോളജി, നാർക്കോട്ടിക്സ്, സിറോളജി, എക്സൈസ്, ജനറൽ കെമിസ്ട്രി, ഡിസ്റ്റിലറി എന്നിങ്ങനെ 6 ഡിവിഷനുകൾ. കോടതികൾ, പോലീസ്, എക്സൈസ്, വനം എന്നീ വകുപ്പുകൾ വിവിധ കേസുകളിലായി കണ്ടെത്തുന്ന തൊണ്ടി മുതലുകളുടെ രാസപരിശോധന നടത്തി ശാസ്ത്രീയ തെളിവുകൾ നൽകുന്നതിനായി കർമ്മനിരതനായ 20 ജീവനക്കാർ പ്രവർത്തിക്കുന്ന വകുപ്പ്.
വിഭവസമൃദ്ധമായ ഭക്ഷണം സ്വന്തം തൊഴിലിനൊപ്പം സ്വന്തം ഭക്ഷണത്തിനായി മലിനീകരണമുള്ള മനസ്സിന്റെ ഉടമയായി മാറിയ മലയാള നാട്. അതിനായി വിത്തും വളവും പ്രോത്സാഹനവുമായി കൃഷി വകുപ്പ്. പരിപാലനം ഉറപ്പുവരുത്തുന്നതിനായി ബൈബിൾ പാരാമ്പര്യ എന്ന ഇന്ത്യൻ ജനാധിപത്യ ബോധം ഊട്ടിയുറപ്പിക്കുന്ന കേരള സർക്കാരിന്റെ ഔദ്യോഗിക സാംസ്കാരിക വിനിമയ കേന്ദ്രമാണ് ഭാരതഭവൻ. നൂതനമായ അവതരണ ശൈലി അവലംബിക്കുമ്പോഴും പരമാവധി ചെലവ് ചുരുക്കി പരിപാടികൾ സംഘടിപ്പിക്കാൻ കഴിയാവും.